സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5th സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ലിറ്റററി തിയറി എന്ന പേപ്പറിലെ പോസ്റ്റ് കൊളോണിയലിസം എന്ന ചാപ്റ്ററാണ്. സോ കൊളോണിയലിസം, വാട്ട് ഈസ് കൊളോണിയലിസം? കോളനിയ എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഫാം ലാൻഡ് എന്നൊക്കെയാണ്. അപ്പോൾ കൊളോണിയലിസം എന്ന് പറയുന്നത് അതൊരു പോളിസി അല്ലെങ്കിൽ ഒരു പ്രാക്ടീസാണ്. കൊളോണിയലിസത്തിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ സ്ഥലങ്ങൾ, കോളനീസ്, പ്ലേസസ് പോയിട്ട് അക്വയർ ചെയ്തിട്ട് അവിടെ തമ്പടിച്ചിട്ട് അവിടെ സെറ്റിൽ ചെയ്തിട്ട് അവരുടെ റിസോഴ്സസും എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ആ സ്ഥലം കൈയടക്കുക. ആ ഒരു ഇതിനാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. So colonialism is the policy or practice of acquiring full or partial political control over other country, occupying it with settlers and exploiting it economically. അപ്പോൾ സെറ്റിലേഴ്സിനൊക്കെ യൂസ് ചെയ്തിട്ട് ആ പ്ലേസ് ഒക്യുപ്പൈ ചെയ്തിട്ട് ആ ഒരു സ്ഥലത്തിൻ്റെ കൺട്രോൾ തന്നെ കയ്യിലാക്കുന്നതിനാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. വെറാസ് ഇമ്പീരിയലിസം എന്ന് പറയുന്നൊരു വേർഡുണ്ട്. ഇമ്പീരിയലിസത്തിൻ്റെ മീനിങ് എന്താ? അല്ലെങ്കിൽ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് മറ്റു കൺട്രീസിൻ്റെ ഒക്കെ പവർ നമ്മൾ ഏറ്റെടുക്കുക. അത് ചെയ്യുന്നത് കോളണൈസേഷനിലൂടെയും മിലിറ്ററി ഫോഴ്സിനെയും ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. അതിനാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊളോണിയലിസം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം ഈ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിയാക്ഷൻ ഓർ സർവേ ഓഫ് കൊളോണിയലിസം. കൊളോണിയലിസത്തിൻ്റെ ഒരു റിയാക്ഷനാണ് പോസ്റ്റ് കൊളോണിയലിസം. It refers to a historical period after European colonization or the social environment of colonial rule. അപ്പോൾ യൂറോപ്യൻ കോളനൈസേഷന് ശേഷമുള്ള ഹിസ്റ്റോറിക് പീരീഡാണ് പോസ്റ്റ് കൊളോണിയൽ പീരിയഡ്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് അനലൈസസ് ദ സോഷ്യോ പൊളിറ്റിക്കൽ, കൾച്ചറൽ, എക്കണോമിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ഓഫ് കൊളോണിയൽ റൂൾ ആൻഡ് ഇമ്പീരിയലിസം. കൊളോണിയൽ റൂളും ഇമ്പീരിയലിസവും ഒക്കെ കാരണം ഉണ്ടാവുന്ന സോഷ്യോ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സിനെയൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ്. ഓക്കെ, പോസ്റ്റ് കൊളോണിയലിസം സ്റ്റാർട്ടഡ് ഇൻ ലാസ്റ്റ് ഡീക്കേഡ് ഓഫ് 20th century. In historical inquiry, it addresses several types and phases of imperialism and the long process of decolonization. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഇൻക്വയറി, ഒരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരുപാട് ഫേസസ് ഓഫ് ഇമ്പീരിയലിസം ഉണ്ട്, ഡീകോളണൈസേഷൻ എന്ന് പറയുന്നൊരു ലോങ് പ്രോസസ്സ് ഉണ്ട് എന്നൊക്കെയാണ്. എനിവേ, പോസ്റ്റ് കൊളോണിയലിസത്തിൽ ഇറ്റ് എക്സ്പ്ലോർസ് ദ വേസ് ഇൻ വിച്ച് കോളനൈസേഴ്സ് ക്രിയേറ്റഡ് ദ കൊളോണിയലിസ്റ്റ് ഡിസ്കോഴ്സസ് അബൌട്ട് ദ മിഷൻ ഓഫ് റീജനറേഷൻ ഓഫ് കോളനൈസ്ഡ് പീപ്പിൾ. അപ്പോൾ കോളനൈസ്ഡ് പീപ്പിളിൻ്റെ ഒരു റീജനറേഷൻ ആണ് ഇതിലൂടെ എയിം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് കോളനൈസേഴ്സ് ക്രിയേറ്റ് ചെയ്ത കൊളോണിയലിസ്റ്റ് ഡിസ്കോഴ്സസിൻ്റെ ഒക്കെ സ്റ്റഡിയാണ് നടത്തുന്നത്. കോളനൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലം കയ്യേറുന്ന പവർ എടുക്കുന്ന ആൾക്കാരാണ് കോളനൈസേഴ്സ്. കോളനൈസ്ഡ് ആൾക്കാരോ അവിടെയുള്ള കോളനൈസ്ഡ് ആയി പോയ, പവറൊക്കെ നഷ്ടപ്പെട്ടു പോയ, ഫാം ലാൻഡൊക്കെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ. It also examines the deep power relationships between the colonized and the colonial powers and also the political underpinnings of decolonization. ഈ കോളനൈസ്ഡ് ആയ ആൾക്കാരും കൊളോണിയൽ പവേഴ്സും തമ്മിലുള്ള അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റഡീസ്, ഡീകോളനൈസേഷൻ്റെ ബേസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരും. ന്യൂ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നൊരു ബ്രാഞ്ച് ഉണ്ട്. ഇറ്റ് സ്ട്രൈവ് ടു റീഡിസ്കവർ, എല്ലാം റീഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ വരുന്ന സ്റ്റഡീസാണ് പോസ്റ്റ് കൊളോണിയലിസം, ക്യൂർ തിയറി, ജെൻഡർ സ്റ്റഡീസ്, അങ്ങനത്തെ സ്റ്റഡീസൊക്കെ ന്യൂ ഹ്യൂമാനിറ്റീസിൽ വരുന്നതാണ്. Postcolonial studies has been connected to a large number of academic area studies at different junctures in varying degrees. Postcolonial studies എന്ന് പറയുന്നത് ഒരു ലാർജ് അക്കാഡമിക് ഏരിയ തന്നെയാണ്. ഒരുപാട് ബ്രാഞ്ചുകൾ അതിൻ്റെ അണ്ടറിൽ തന്നെ ഉണ്ട്. ഓക്കെ, സോ ഇനി ജോൺ മെക്ലിയോഡിൻ്റെ ഒരു വർക്ക് ബിഗിനിങ് പോസ്റ്റ് കൊളോണിയലിസം എന്ന വർക്കിനെ പറ്റിയാണ് പറയുന്നത്. So in that he says that apart from a strict historical periodization, postcolonialism also came to mean disparate forms of representations, reading practices and values. അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ പീരിയഡ് മാത്രമല്ല, ആ ഒരു കോളനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മാത്രമല്ല, അവിടെ ഒരുപാട് വേറെയും പഠിക്കാനുണ്ട്. ഡെസ്പറേറ്റ് ഫോംസ് ഓഫ് റെപ്രസെൻറ്റേഷൻസ്, റീഡിങ് പ്രാക്ടീസസ്, വാല്യൂസ്, അങ്ങനെ ഒരുപാട് സ്റ്റഡീസ് അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ 20th century ഈസ് നോൺ ആസ് സെഞ്ച്വറി ഓഫ് ഡീകോളനൈസേഷൻ, ബിക്കോസ് കോളനൈസേഷനൊക്കെ മനസ്സിലാക്കി അതിനെ ഒന്ന് എതിർത്ത് വരുന്ന ടൈമാണ് 20th century. നൗ നെക്സ്റ്റ് ടോപ്പിക്, യൂറോസെൻട്രിസം ആൻഡ് ഓറിയൻ്റലിസം. അപ്പോൾ യൂറോസെൻട്രിസം എന്ന് പറയുന്നത് ഇൻ ദ വേർഡ് ഇറ്റ് സെൽഫ് വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യൂറോപ്പ് ആണ് സെൻറ്ററിൽ, യൂറോസെൻട്രിസം. ഓക്കെ, സോ
It is a belief or attitude or mindset that values Europe and the cultures of Europe and European interest above all. അപ്പം യൂറോസെൻട്രിസം എന്ന് പറയുന്നത് യൂറോപ്പാണ് ഓൾ ഇൻ ഓൾ, യൂറോപ്പിലെ കൾച്ചേഴ്സും വാല്യൂസും ഒക്കെയാണ് ഗ്രേറ്റ്, അങ്ങനത്തെ ഒരു ബിലീഫാണ് യൂറോസെൻട്രിസം. ആൻഡ് വാട്ട് ഈസ് ഓറിയൻ്റലിസം? ഓറിയൻ്റലിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇമിറ്റേഷൻ ഓർ ഡെപ്പിക്ഷൻ ഓഫ് ആസ്പെക്ട്സ് ഇൻ ദ ഈസ്റ്റേൺ വേൾഡ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഓറിയൻ്റലിസം എന്ന് പറയുന്നത് ഈസ്റ്റേണിൻ്റെ ഡെപ്പിക്ഷനാണ്. അപ്പം അവർ ഓറിയൻ്റലിസ്റ്റുകൾ അറബ് കൾച്ചറൊക്കെ ഒരു ബാക്ക്വേർഡായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ പോസ്റ്റ് കൊളോണിയലിസം ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ക്രിട്ടിക്കൽ തിയറി. ഇപ്പോൾ കോളണൈസ്ഡ് ആവുന്ന ആൾക്കാർ ഫസ്റ്റിൽ റിയലൈസ് ചെയ്യില്ല അവർ കോളണൈസ്ഡ് ആവുകയാണെന്നുള്ളത്. കോളണൈസേഴ്സിന് അവിടെ ഒരു പവറുള്ള ആൾക്കാർ, അവിടെ ഒരു ഡിവൈൻ ഒരു നല്ലൊരു റോളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരികയും അവരുടെ ഒരു ഐഡിയോളജിക്കൽ പൊസിഷനെ എക്സ്പോസ് ചെയ്യുകയും ചെയ്ത കുറേ സ്കോളേഴ്സ് ഉണ്ട്. പോസ്റ്റ് കൊളോണിയലിസത്തിലെ മെയിൻ സ്കോളേഴ്സ് അവരാണ് ഫ്രാൻസ് ഫനാൻ, എഡ്വാർഡ് സെഡ്, ഗായത്രി സ്പിവക്, ബിൽ ആഷ്ക്രോഫ്റ്റ്, ഹോമി കെ ബാബ, എജാസ് അഹമ്മദ്, ഇവരൊക്കെ. ഓക്കെ, സോ ഫ്രാൻസ് ഫനോൻ്റെ ദ വെറ്റ്ഡ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. In that he develops his observations of French racism to a study of French colonialism. ഫ്രഞ്ച് റേസിസത്തിനെ ഫ്രഞ്ച് കൊളോണിയലിസം ആയിട്ട് കണക്ട് ചെയ്യാണ് അദ്ദേഹം. ആ ഒരു വർക്കിൽ 2 കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് വൺ ദ മാനിപ്പുലേഷൻ ഓഫ് കളക്റ്റീവ് ഐഡൻറ്റിറ്റി ഓഫ് ദ കോളണൈസ്ഡ് ബൈ ദ കോളണൈസർ. കോളണൈസ്ഡ് ആവുന്ന ആൾക്കാർക്ക് അവിടെ ഉണ്ടാവുന്ന ഒരു കളക്റ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവും, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ് കോളണൈസേഴ്സ് ആദ്യം ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് വൺ ദ നീഡ് ടു ഫോം എ നാഷണൽ ഐഡൻറ്റിറ്റി എഗെയിൻസ്റ്റ് കൊളോണിയലിസം. ഈ കൊളോണിയലിസത്തിനെതിരെ ഒരു നാഷണൽ ഐഡൻറ്റിറ്റി ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ കാര്യങ്ങളാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. ഹ്യൂമൻ ഇസ് ട്രീറ്റഡ് ആസ് ആൻ ഒബ്ജക്റ്റ്. ഈ കൊളോണിയലിസത്തിൽ ഹ്യൂമൻ ഇസ് ട്രീറ്റഡ് ആസ് ആൻ ഒബ്ജക്റ്റ്. Formation of national culture against the colonizer and the colonized intellect of the native intellectuals. ഒരു നാഷണൽ കൾച്ചർ ഫോം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അഗെയിൻസ്റ്റ് ദ കോളണൈസേഴ്സ്. എ ഡൈനാമിക് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് നാഷണൽ കൾച്ചർ ഓർ കൾച്ചറൽ ഐഡൻറ്റിറ്റി ഇസ് ഇമ്പറേറ്റീവ്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് നാഷണൽ കൾച്ചറിൻ്റെ നീഡുണ്ട്, അത് ഇമ്പറേറ്റീവ് ആണെന്ന്. ഇമ്പറേറ്റീവ് മീൻസ് അനിവാര്യമാണ് എന്നാണ് പറയുന്നത്. Next, we can go through Edward Said's work, Orientalism. In that, he presents the idea of Orientalism. He says that Orientalism is the West representation of the Orient or the colonized countries of Asia and Africa. Okay, so according to Edward Said, Orientalism can be seen as an oppositeness to the West. West is cultured, educated, and progressive. Orient is seen as mysterious, barbarous, and the abode of poverty and ignorance. Said states that Orientalism is a construction of the West to legitimize colonial rule. Legitimize ചെയ്യുക മീൻസ് കൊളോണിയൽ റൂള് നിയമത്തിനൊന്നും എതിരല്ല, അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റിനെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഓറിയൻ്റലിസം എന്ന്. ഓറിയൻ്റലിസം കംപ്രൈസസ് ദ വെസ്റ്റ് വ്യൂ ഓഫ് ദ ഓറിയൻറ്റ് ആൻഡ് നോട്ട് റിയാലിറ്റി അറ്റ് ഓൾ. അപ്പോൾ ഈ ഓറിയൻ്റലിസം എന്ന് പറയുന്ന അവരുടെ ഒരു കൺസെപ്റ്റ്, അവരുടെ ഒരു വ്യൂ, അത് ഒരു വെസ്റ്റ് വ്യൂ ഓഫ് ദ ഓറിയൻറ്റ് മാത്രമാണ്, ഓറിയൻറ്റിൻ്റെ ഒരു വ്യൂ മാത്രമാണ് വെസ്റ്റിനെ പറ്റി, അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് റിയാലിറ്റി. Okay, Said also categorizes Orientalism into two. They are latent and manifest. അപ്പോൾ latent Orientalism എന്ന് പറയുന്നത് it is the imagination of the West, whereas manifest means it is the depiction of the Orient in Western text. Latent Orientalism എന്ന് പറയുന്നത് ജസ്റ്റ് വെസ്റ്റ് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് ഇമാജിൻ ചെയ്യുന്നതാണ്. മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലോ മാനിഫെസ്റ്റ് ഓറിയൻ്റലിസം അതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡെപ്പിക്ഷൻ ഓഫ് ഓറിയൻറ്റ് ഇൻ വെസ്റ്റേൺ ടെക്സ്റ്റ്. വെസ്റ്റേൺ ടെക്സ്റ്റുകളിൽ ഓറിയൻറ്റിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നതിനാണ് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത്, മാനിഫെസ്റ്റ് ഓറിയൻ്റലിസം. ഓക്കെ, സോ ഓറിയൻ്റലിസം ഇസ് ഡിഫൈൻഡ് ബൈ ദ വെസ്റ്റേൺ വേൾഡ് വ്യൂ. വെസ്റ്റേൺ വേൾഡ് വ്യൂവിനെ അനുസരിച്ചാണ് ഓറിയൻ്റലിസം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദിസ് പെർസ്പെക്റ്റീവ് ക്യാൻ ബി സമ്മറിലി ടേംഡ് യൂറോസെൻട്രിസം. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിനെ സമ്മറൈസ് ചെയ്തിട്ട് യൂറോസെൻട്രിസം എന്ന് വിളിക്കാം. Eurocentrism divides all areas of human thought into European and non-European. യൂറോസെൻട്രിസം വരുമ്പം എവ്രിതിങ് ഈസ് സെൻറ്റേർഡ് ഇൻ യൂറോപ്പ്. യൂറോപ്പ് ഇസ് ദ അതോറിറ്റി എന്നുള്ള രീതിയിൽ. അപ്പോൾ അതല്ലാത്ത രീതിയിലൊന്നുണ്ടാവും നോൺ യൂറോപ്യൻ. യൂറോപ്പ് സീസ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് എ സീരീസ് ഓഫ് ബൈനറി. That is, West is progressive, active, democratic, masculine and dynamic, whereas Orient is stagnant, passive, despotic, feminine and lazy. അപ്പോൾ ആ ഒരു ബൈനറി,
അപ്പോൾ യൂറോപ്പ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡിനെ ഇങ്ങനെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. വെസ്റ്റ് പ്രോഗ്രസീവ് ആണെങ്കിൽ ഓറിയൻറ്റ് സ്റ്റാഗ്നൻ്റ് ആണ്. സ്റ്റാഗ്നൻ്റ് മീൻസ് ഒരു പ്രോഗ്രഷൻ ഒന്നും ഇല്ലാതെ, ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ. പിന്നെ ആക്റ്റീവ്, പാസീവ്, അങ്ങനെ ഓരോന്നിൻ്റെയും ഓപ്പോസിറ്റ്. അപ്പം ഇങ്ങനെ ഓരോ ബൈനറീസ് ആയിട്ടാണ് യൂറോപ്പ് റെസ്റ്റ് ഓഫ് ദ വേൾഡിനെ കാണുന്നത് എന്ന്. So this binary is one of the fundamental analytical concept of postcolonial studies. Okay, next topic, alterity. ഒരു സംഭവം അൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചേഞ്ച് വരുത്തുക. സോ അൾട്ടറിറ്റി മീൻസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അതർ. ഒരു ചേഞ്ച് ഉള്ള ആൾ ആയിരിക്കും ദ അതർ. The colonial discourse is keen to create the narrative of the West offsetting the non-West other as what the West is not. അപ്പോൾ ഈ കൊളോണിയൽ ഡിസ്കോഴ്സ്, കൊളോണിയൽ ടോപ്പിക്സ് ഒക്കെ ഈ വെസ്റ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ദ അതർ ആയിട്ട് കൺസിഡർ ചെയ്യാണ് മറ്റ് നോൺ വെസ്റ്റ് സംഭവങ്ങളൊക്കെ. This cultural and material otherness is designated as alterity in post-colonial studies. അപ്പം നോൺ വെസ്റ്റിനെ ഒരു അതർ ആയിട്ട് കാണുന്നതിനാണ് ഈ ഒരു കൾച്ചറൽ ആൻഡ് മെറ്റീരിയൽ അതർനെസ്സിനെയാണ് അൾട്ടറിറ്റി ഇൻ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ ഫ്രാൻസ് ഫാനോൺ ഹാസ് ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് അൾട്ടറിറ്റി ഇൻ കൊളോണിയൽ ടെക്സ്റ്റ്. സോ ദ അതർ ലാക്സ് ഐഡൻറ്റിറ്റി, ഏജൻസി ആൻഡ് റെപ്രസെൻറ്റേഷൻ. സോ വെസ്റ്റേണിനെ വളരെ നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും ദ അതർ പാർട്ട്, ദ അതർ, മറ്റ് അതേഴ്സൊക്കെ. ദേ ലാക്ക് ഐഡൻറ്റിറ്റി, ഏജൻസി ആൻഡ് റെപ്രസെൻറ്റേഷൻ. ദേ ആർ വെരി ലോ എന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുക. All critical theorists and post-colonial thinkers oppose the notion of the other as they see it as a logic of marginalization. സോ കൊളോണിയലിസ്റ്റ് ആണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ മറ്റു ക്രിട്ടിക്കൽ തിയറിസ്റ്റുകളും പോസ്റ്റ് കൊളോണിയലിസ്റ്റ് തിങ്കേഴ്സും ഒക്കെ ഈ ഒരു അതർനെസ്സിനെ ഒപ്പോസ് ചെയ്യാണ് ചെയ്യുക. ഈ നോഷൻ ഓഫ് ദ അതറിനെ ഒപ്പോസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഒരാളെ അതർ ആക്കി മാറ്റി നിർത്തുമ്പോൾ ഒരു ടീമിനെ ദർ അതർ എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ലോജിക് ഓഫ് മാർജിനലൈസേഷൻ. ഒരു മാർജിനലൈസേഷൻ, ഒരു ഡിസ്ക്രിമിനേഷനാണ് അവിടെ ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് അൾട്ടറിറ്റി ഇസ് ഡൺ ഇൻ ദ കോൺക്രീറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് കൾച്ചർ, പൊളിറ്റിക്സ്, റിലീജിയൻ ആൻഡ് നോളജ് സിസ്റ്റംസ്. അപ്പോൾ ആ ഒരു അൾട്ടറിറ്റി, ദ അതർനെസ് ഇസ് ഡൺ ഇൻ കോൺക്രീറ്റ് കോണ്ടെക്സ്റ്റ്. എല്ലാത്തിലും, കൾച്ചറിൽ, പൊളിറ്റിക്സിൽ, റിലീജിയനിൽ, എല്ലാത്തിലും ആ ഒരു അതർനെസ് കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. So Sed's idea is that Orientalism and other colonial discourses perpetuated colonial rule and supremacy. അപ്പോൾ ഓറിയൻ്റലിസം ആണെങ്കിലും കൊളോണിയൽ ഡിസ്കോഴ്സസ് ആണെങ്കിലും ഒക്കെ അവർ കൊളോണിയൽ റൂളിനെയും അതിൻ്റെ സുപ്രീമസിയെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. Homi Bhabha posits that the colonial discourse could not meet the aim as it is internally torn between aims. അപ്പോൾ ഹോമി ബാബ പറയുന്നത് കൊളോണിയൽ ഡിസ്കോഴ്സ് അതിൻ്റെ ആ ഒരു എയിമിൽ എത്തിയിട്ടില്ല. ബിക്കോസ് ഇൻറ്റേർണലി ഇറ്റ് ഇസ് ടോൺ, ഒരുപാട് മിസ്റ്റേക്സ് ഉള്ള ഒരു തോട്ടാണ്. അപ്പോൾ അതെന്താ? ബിക്കോസ് ഓൺ വൺ ഹാൻഡ് ദ കൊളോണിയൽ ഡിസ്കോഴ്സ് പോർട്രേസ് ദ കോളനൈസ്ഡ് സബ്ജക്റ്റ് ആസ് ദ അതർ ടു വെസ്റ്റേൺ മോഡേണിറ്റി, പ്രോഗ്രസ് ആൻഡ് സിവിലൈസേഷൻ ടു ഫുള്ളി സബ്ജുഗേറ്റ് ദം. ഓൺ ദ അതർ ഹാൻഡ് വാണ്ട് ദം ടു ബി സ്റ്റഡീഡ് ടു കൺസ്ട്രക്ട് നോളജ് അബൌട്ട് ദം. ഹെൻസ് ഇറ്റ് ഹാസ് എൻ ആംബിവാലൻറ്റ് മോഷൻ. ദിസ് ആംബിവാലൻറ്റ് സ്റ്റാൻഡ് ഫെയിൽസ് ദ കൊളോണിയലിസ്റ്റ് പ്രൊജക്റ്റ്. അപ്പം ഹോമി ബാബ പറയുന്നത് ഈ ഒരു കൊളോണിയലിസ്റ്റ് ഡിസ്കോഴ്സ് അല്ലെങ്കിൽ കൊളോണിയലിസ്റ്റ് പ്രോജക്റ്റ് ഒരു ഫെയിലിയർ ആവാനുള്ള കാരണം, അതിൻ്റെ എയിമിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തോട്ട്സ് ആണ്. ആംബിവാലൻറ്റ് മോഷനാണ് അതിനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ കോളനൈസ്ഡ് സബ്ജക്റ്റ് വെസ്റ്റേൺ മോഡേണിറ്റിയിൽ നിന്നും പ്രോഗ്രസ്സിൽ നിന്നുമൊക്കെ ഒരു ഡിഫറെൻറ്റ്, ഒരു ലോ ആയിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ എന്നാൽ അവർ പറയുന്ന മറ്റൊരു കാര്യം, ഓൺ ദ അതർ ഹാൻഡ് ദേ വാണ്ട് ദം ടു ബി സ്റ്റഡീഡ്. ആ ഒരു കോളനൈസ്ഡ് ആയവരെ കുറിച്ചാണ് പഠിക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത്. ടു കൺസ്ട്രക്ട് നോളജ് അബൌട്ട് ദം. സോ അവർ ലോ ആണെങ്കിൽ എന്തിനവരെ പറ്റി പഠിക്കണം? സോ ലൈക്ക് ദാറ്റ് ഒരു ആംബിവാലൻറ്റ് മോഷനാണുള്ളത്, ഒരു കോൺട്രഡിക്ടറി ഐഡിയ. അപ്പോൾ അതാണ് അതിൻ്റെ കൊളോണിയലിസത്തിൻ്റെ ഫെയിലിയറിന് കാരണം. Now next topic, diaspora and hybridity. So diaspora means communities of people living together in one country who acknowledge that the old country always has some claims on their loyalty and emotions. Diaspora എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പ്രവാസികൾ എന്ന രീതിയിൽ പറയാം. അവർ ഒരു കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിളാണ്. ദേ ആർ ലിവിങ് ടുഗെദർ. അവിടെ എപ്പോഴും അവരുടെ ഇമോഷൻസിലൊക്കെ അവരുടെ ദ ഓൾഡ് കൺട്രി എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, ഹോമി ബാബയുടേതാണ് ദ ഐഡിയ ഓഫ് ഹൈബ്രിഡിറ്റി ഓൾസോ. ബൈ ഹൈബ്രിഡിറ്റി ബാബ മീൻസ് ദ ഇന്റർഡിപെൻഡൻസ് ആൻഡ് ഇന്റർട്വിന്നിങ് ഓഫ് ദ ഐഡൻറ്റിറ്റീസ് ഓഫ് ദ കോളനൈസർ ആൻഡ് ദ കോളനൈസ്ഡ്.
കോളനൈസ്ഡ് ആയവരും കോളനൈസ് ചെയ്യുന്നവരും അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റീസിൽ തമ്മിൽ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്, ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ട്, ഒരു ഇൻ്റർ ട്വിന്നിങ് ഉണ്ട്, സംതിങ് സിമിലാരിറ്റി ഉണ്ട്. അതിനെയൊക്കെയാണ് ഹൈബ്രിഡിറ്റി എന്ന് ഹോമി ബാബ പറയുന്നത്. ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് ഹൈബ്രിഡിറ്റി. മൈഗ്രേഷൻ്റെയും ഡയസ്പോറയുടെയും ഒക്കെ ഇഷ്യൂസ് കൺസിഡർ ചെയ്തപ്പോഴാണ് ഹോമി ബാബ ഈ ഒരു ഐഡിയ ഓഫ് ഹൈബ്രിഡിറ്റിയിലേക്ക് എത്തിയത്. ഓക്കെ, പോസ്റ്റ് കൊളോണിയലിസം saw two factors. Those are, the first one is the ambivalence in the colonial discourse, which exposes the uncertainty at the heart of it. അപ്പോൾ അതിൻ്റെ ആ ഒരു ആംബിവാലൻറ്റ് നേച്ചർ. സെക്കൻഡ് തിങ്, ദ മൈഗ്രേഷൻ ഓഫ് ദ കോളനൈസ്ഡ് ഫ്രം their homes to the colonizers' place. കോളനൈസ്ഡ് ആയവർ അവരുടെ വീട്ടിൽ നിന്നും കോളനൈസേഴ്സിൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നതാണ് രണ്ടാമത്തെ ഫാക്ടർ. Now the next topic, uncanny. Uncanny എന്ന് പറയുന്നത്, it is a word adopted by Baba. It is a Freudian coinage. It was influenced from Freud, and in German it is called unheimlich. Okay, it denotes the strangeness of feeling threatened when facing something familiar or intimate. ഫെമിലിയർ ആയിട്ടുള്ള എന്തോ കാണുമ്പോഴുള്ള ഒരു സ്ട്രേഞ്ച് ഫീലിങ്ങിനെയാണ് അൺകാനി എന്ന് പറയുന്നത്. അസാമാന്യമായ എന്തോ ഒരു സംഭവം, അത് അങ്ങനെയൊക്കെയാണ് അൺകാനിൻ്റെ മീനിങ്. സോ ഫ്രൂയിഡ് posits that an encounter with something frightens us not because it is new but because what seemed familiar suddenly appears strange. അപ്പോൾ ഫ്രൂയിഡ് പറയുന്നത്, എന്തെങ്കിലും ഒന്ന് നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് വരുന്നത് അത് നമുക്കറിയാത്തൊരു സംഭവം ആയതുകൊണ്ടല്ല. It is because it seemed familiar and it suddenly appears in front of you, and so you feel it as strange. Okay, Baba connects this with the situation in which identities are split or uncertain. അപ്പോൾ ബാബ ഇതിനെ മറ്റൊരു കൺസെപ്റ്റായിട്ട് കണക്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ്, ഐഡൻറ്റിറ്റീസ് ആർ സ്പ്ലിറ്റ് ഓർ അൺസർട്ടൈൻഡ്. ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റി ഒരു സ്പ്ലിറ്റ് നേച്ചർ ഉണ്ട്, അൺസർട്ടൈൻ ആണ് എന്ന്. He makes it clear that the hybrid identity comprises a known and unknown part, which is quite unsettling for the individual subject. ഒരു ഹൈബ്രിഡ് ഐഡൻറ്റിറ്റി ആണെന്ന് പറയാം. ആ ഹൈബ്രിഡ് ഐഡൻറ്റിറ്റിക്ക് ഒരു നോൺ പാർട്ടും ഒരു അൺനോൺ പാർട്ടും ഉണ്ടാവും എന്നാണ് ഹോമി ബാബ പറയുന്നത്. He uses the word uncanny to denote the complicated split nature of post-colonial hybridity. അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ ഹൈബ്രിഡിറ്റിയുടെ ആ ഒരു സ്പ്ലിറ്റ് നേച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഹോമി ബാബ യൂസ് ചെയ്ത വേർഡാണ് അൺകാനി. സോ ആ ഒരു സ്പ്ലിറ്റ് നേച്ചർ, ഇറ്റ് ഇസ് സംതിങ് സ്ട്രേഞ്ച്. അപ്പോൾ അതാണ് അൺകാനി എന്ന് പറയുന്നത്. സോ അൺകാനി, അൾട്ടറിറ്റി, ഇതൊക്കെ കൊളോണിയലിസമായിട്ട് റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്, സബാൾട്ടേൺ സ്റ്റഡീസ്. Subaltern means those who are marginalized or those who are of lower status, and it is a distinct and autonomous school of post-colonial critical theory led by scholars like Ranajit Guha, Gayatri Chakravarti Spivak, Homi Baba, and Partha Chatterjee. Subaltern is an important theoretical formulation of Gramsci. Gramsciയുടെ ഒരു theoretical formulation ആണ് subaltern. Subaltern studies deals with the treatment of subaltern by the colonized elite in the anti-colonial movements and their representation in colonial text of India. അപ്പോൾ ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സിൽ ഈ കോളനൈസ്ഡ് ആയ കോളനൈസ്ഡ് എലൈറ്റ് പീപ്പിൾ എന്ന് പറയുന്നത് കോളനൈസ്ഡ് ആയവരിൽ തന്നെ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ഈ ലോ സ്റ്റാറ്റസ് ഉള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള ഈ സബാൾട്ടേണിനെ ട്രീറ്റ് ചെയ്യുന്നത്, അവർ ഈ സബാൾട്ടേണിനെ എങ്ങനെയാണ് കൊളോണിയൽ ടെക്സ്റ്റുകളിലൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ സ്റ്റഡിയാണ് സബാൾട്ടേൺ സ്റ്റഡീസ്. According to Ranajit Guha, the subaltern includes workers, peasants, non-industrial urban poor, and lower sections of the petty bourgeois. ബൂർഷ്യാസിൽ തന്നെയുള്ള ലോവർ സെക്ഷനിലുള്ള ആൾക്കാർ, പിന്നെ നോൺ ഇൻഡസ്ട്രിയൽ urban poor, പെസൻസ്, വർക്കേഴ്സ് ഒക്കെയാണ് റാണാജിത് ഗുഹൻ്റെ കൺസെപ്റ്റിൽ സബാൾട്ടേണിൽ വരുന്നത്. Spivak developed the scope of subaltern studies to include the engaging issues of the representation of human subjectivity. Spivak ആണ് സബാൾട്ടേൺ സ്റ്റഡീസിൻ്റെ ഒരു സ്കോപ്പ് ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, സ്പിവാക് റിജക്ട്സ് ഫൊക്കോൾട്ട് ആൻഡ് ജൈൽസ് ഡെലൂസ് ഐഡിയാസ്. അപ്പോൾ ഫൊക്കോൾട്ടിൻ്റെയും ജൈൽസ് ഡെലൂസിൻ്റെ ഐഡിയാസ് എന്തായിരുന്നു വെച്ചാൽ സബാൾട്ടേൺ ഇസ് ആൻ ഓട്ടോണമസ് സബ്ജക്റ്റ് എന്നായിരുന്നു, അത് ഒറ്റക്ക് നിൽക്കുന്ന മറ്റൊരു വിഷയമാണെന്ന്. സോ സ്പിവാക് റിജക്റ്റഡ് ദാറ്റ്. Spivak follows Gramsci. Gramsci said that they are not unified and cannot unite until they become a state. സബാൾട്ടേൺ ഒരു സ്റ്റേറ്റ് ആവുന്നത് വരെ
അവർ ഒരു ഓട്ടോണമസ് ഗ്രൂപ്പല്ല, ഒരു യൂണിഫൈഡ് ഗ്രൂപ്പല്ല, യൂണിഫൈ ചെയ്യാനും പറ്റില്ല, ഒരുപാട് കാറ്റഗറീസ് അതിനകത്തുണ്ട്. So their active or passive affiliation to the dominant political information should be studied. So they have to be studied. Spivak in Can Subaltern Speak essay postulates the idea that woman as subaltern is not an autonomous subject. സ്പിവാക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ് ക്യാൻ സബാൾട്ടേൺ സ്പീക്ക്. അതിൽ പറയുന്നത് വുമൺ ആസ് എ സബാൾട്ടേൺ ഇസ് നോട്ട് ആൻ ഓട്ടോണമസ് സബ്ജക്റ്റ് എന്നാണ്. Spivak says that it is necessary to strive for historical representation of the subaltern voice and to retrieve subaltern consciousness politically. സബാൾട്ടേൺസിൻ്റെ റെപ്രസെൻറ്റേഷന് ലിറ്റററി ടെക്സ്റ്റുകളിലൊക്കെ വളരെ പുവർ ആയിരുന്നു. ആ ഹിസ്റ്റോറിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോരാടേണ്ടതുണ്ട് എന്നാണ് സ്പിവാക്ക് പറയുന്നത്. For this, critic would have to assume that the subaltern possess an autonomous subjectivity. അപ്പോൾ ഈ സബാൾട്ടേൺസിൻ്റെ ഹിസ്റ്റോറിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് സ്ട്രൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ ക്രിട്ടിക്സ് സബാൾട്ടേൺസിനെ ഓട്ടോണമസ് സബ്ജക്റ്റായിട്ട് കാണണം, ഒരു സിംഗിൾ സബ്ജക്റ്റായിട്ട് കാണണം. അതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിലും സബാൾട്ടേൺസിന് ഒരു ടീമായിട്ട് കണ്ടിട്ട് വേണം അവരുടെ ഹിസ്റ്റോറിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ. Spivak's strategy of employing a non-existing or invalid idea as valid or existing is called strategic essentialism. സ്പിവാക്കിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് എക്സിസ്റ്റ് ചെയ്യാത്തൊരു ഐഡിയ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുക. അതിനാണ് സ്ട്രാറ്റജിക് എസെൻഷ്യലിസം എന്ന് പറയുന്നത്. ലൈക്ക് സബാൾട്ടൺ ഒരു ഓട്ടോണമസ് സബ്ജക്റ്റിവിറ്റി ആണ് എന്നുള്ളത്, അത് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എക്സിസ്റ്റിംഗ്. ദേ ആർ നോട്ട് ആൻ ഓട്ടോണമസ് സബ്ജക്റ്റ്, ബട്ട് വി ഹാവ് ടു കൺസിഡർ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. വി ഹാവ് ടു തിങ്ക് ദാറ്റ് ഈസ് ദ എക്സിസ്റ്റിംഗ് കൺസെപ്റ്റ്. സോ അങ്ങനത്തെ സ്ട്രാറ്റജിക്കാണ് സ്ട്രാറ്റജിക് എസെൻഷ്യലിസം എന്ന് പറയുന്നത്. നൗ നെക്സ്റ്റ് ടോപ്പിക്, പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക് ഓഫ് നാഷണലിസം. So it's about nationalism. Postcolonialism sees nations as a constructed political and geographical entity by postcolonial critics. പോസ്റ്റ്കൊളോണിയലിസം കാണുന്നത് പോസ്റ്റ്കൊളോണിയൽസ് ക്രിട്ടിക്സ് ഉണ്ടാക്കിയെടുത്ത ഒരു ജോഗ്രഫിക് എൻറ്റിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ടാണ് നേഷൻസിനെ കാണുന്നത്. ബെനഡിക്റ്റ് ആൻഡർസൺ അദ്ദേഹത്തിൻ്റെ ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന വർക്കിൽ നേഷനെ ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റി ആയിട്ട് കാണുന്നുണ്ട്. Now, post-colonial theorists acknowledge the main role of literature in building national identities. അപ്പോൾ ഈ നാഷണൽ ഐഡൻറ്റിറ്റീസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ലിറ്ററേച്ചറിനുള്ള റോളിനെ കുറിച്ചാണ് പോസ്റ്റ് കൊളോണിയൽ തിയറിസ്റ്റുകളൊക്കെ പറയുന്നത്. നൗ ഡീകോളനൈസേഷന് ശേഷം കുറച്ച് ന്യൂ നേഷൻസ് ഉണ്ടാവും. സോ ദിസ് ന്യൂലി ലിബറേറ്റഡ് നേഷൻസിൽ ദേ ഹാഡ് സിവിൽ വാർ ആൻഡ് റേഷ്യൽ ആൻഡ് സബ് നാഷണലിസ്റ്റ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദം. Okay, and between some other nations there was indigenous despotism. കൊളോണിയൽ ഐഡിയയിൽ നിന്ന് മാറി they had indigenous despotism. indigenous despotism എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സസൈസ് ഓഫ് അബ്സല്യൂട്ട് പവർ. അവർക്കാണ് അബ്സല്യൂട്ട് പവർ എക്സസൈസ് ചെയ്യുക. കുറച്ചു പേരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കുറച്ചു പേരെ അടിച്ചമർത്തിയ ആ ഒരു സിറ്റുവേഷനാണ് ചില ന്യൂലി ലിബറേറ്റഡ് നേഷൻസിൽ ഉണ്ടായിരുന്നത്. ചില സ്ഥലങ്ങളിലാണെങ്കിൽ സിവിൽ വാർ ആൻഡ് റേഷ്യൽ ആൻഡ് സബ് നാഷണലിസ്റ്റ് കോൺഫ്ലിക്ട്സ് ഒക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഡീകോളനൈസേഷന് പ്രോബ്ലമറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ന്യൂലി കൺസീവ്ഡ് നാഷണലിസം വെർ ഇൻഡെപ്റ്റഡ് ടു ദെയർ വെസ്റ്റേൺ യൂറോപ്യൻ കോളനിസ്റ്റ് നോട്ട് ഓൺലി ഫോർ ദ വെരി ഐഡിയ ഓഫ് നേഷൻ ബട്ട് ഓൾസോ ഫോർ ദെയർ നാഷണൽ ബോർഡേഴ്സ്. അപ്പോൾ ഈ ന്യൂലി ഉണ്ടായ നേഷൻസൊക്കെ അവരുടെ നാഷണൽ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നത് മറ്റ് യൂറോപ്യൻ കോളനിസ്റ്റുകളുമായിട്ടാണ്. സോ അവരുടെ ആ ഒരു വെസ്റ്റേൺ ഐഡിയയും അവരായിട്ട് എപ്പോഴും ഒരു ഇൻഡെപ്റ്റഡ് എന്ന് പറയുന്നത് അവരായിട്ടൊരു ബാധ്യത, ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളതുപോലെ ആയിരുന്നു. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് തിങ് വിച്ച് പ്രോബ്ലമറ്റൈസ് ഡീകോളനൈസേഷൻ ഇസ് nation or nationhood has been increasingly perceived as internalized evil and institutionalized violence from which the Western democracies were not an exemption. അപ്പോൾ നേഷൻഹുഡ് എന്നൊക്കെ പറയുന്നത് ഒരു ഇൻറ്റേർണൽ ഒരു ഈവിലായിട്ട് ഒരു പ്രശ്നക്കാരനായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. ഒരു വയലൻസാണ് നേഷൻഹുഡ് എന്നൊക്കെ പറയുമ്പം ഉണ്ടാവുന്നത്. ഓക്കെ, സോ അതാണ്. Now the origin of development of nationalism from Western ideas. വെസ്റ്റേൺ ഐഡിയൽസിൽ നിന്നും നാഷണലിസം ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി ചാറ്റർജിയും ഫാനോണും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, Now Chatterjee envisaged 3 distinct stages. അപ്പോൾ അതിൽ ചാറ്റർജി പറയുന്ന 3 distinct stages എന്ന് പറയുന്നത് the first one, classification of the moment of departure. അപ്പോൾ നാഷണലിസത്തിൻ്റെ ഡെവലപ്മെൻ്റ് ഒരു ഒറിജിൻ ആണ് നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ഡിപ്പാച്ചർ ഇൻ വിച്ച് ദ കോളനൈസ്ഡ് എലൈറ്റ് accepts the Western supremacy in matters related to
മെറ്റീരിയൽ പ്രോഗ്രസ്. അപ്പോൾ ഈ കോളനൈസ്ഡ് ആയവരിൽ സുപ്പീരിയർ ആണ് കോളനൈസ്ഡ് എലൈറ്റ്. അപ്പോൾ ഈ കോളനൈസ്ഡ് എലൈറ്റ് അവരുടെ ദേ അക്സെപ്റ്റ് ദ വെസ്റ്റേൺ സുപ്രീമസി, അവർ ആ വെസ്റ്റേൺ സുപ്രീമസി ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ്. സെക്കൻഡ് വൺ, ദ മൊമെൻറ്റ് മാനുവർ. കോളനൈസ്ഡ് എലൈറ്റ് മാനുവർഡ് ടു കീപ് ദ പീപ്പിൾ അവേ പവർ. മാനുവർഡ് മീൻസ് അവർ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ അവർ റെസ്ട്രിക്റ്റ് ചെയ്തു മറ്റു ആൾക്കാരെ പവറിൽ നിന്നും മാറ്റി നിർത്താൻ. ഓക്കെ, ദ തേർഡ് വൺ ഇസ് മൊമെൻറ്റ് ഓഫ് അറൈവൽ. അപ്പം മൊമെൻറ്റ് ഓഫ് ഡിപ്പാച്ചർ, ദ മൊമെൻറ്റ് മാനുവർ, മൊമെൻറ്റ് ഓഫ് അറൈവൽ, ഇത് മൂന്നുമാണ് ഒറിജിൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസത്തിൽ ചാറ്റർജി എൻവിസേജ് ചെയ്ത 3 ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജസ്. സോ തേർഡ് വൺ, മൊമെൻറ്റ് ഓഫ് അറൈവൽ. മാനേജ് ടു ഗെറ്റ് their സപ്പോർട്ട്. Period of consolidation of power of the nationalist elite which is an oppressive as the colonizers. പീപ്പിളിൻ്റെ സപ്പോർട്ടൊക്കെ ഗെയിൻ ചെയ്തു, നാഷണലിസ്റ്റിൻ്റെ പവറൊക്കെ ഒന്ന് കൺസോൾ ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അതും ഒരു കോളനൈസേഴ്സിൻ്റെ അത്രയും ഒപ്രസീവ് ആണ് എന്നാണ് പറയുന്നത്. ഫാനോൺ വാണ്ട് ദാറ്റ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ് മേ റിസൾട്ട് ഇൻ റീപ്ലേസിംഗ് ദ റിപ്രസീവ് വെസ്റ്റേൺ എലൈറ്റ് വിത്ത് റിപ്രസീവ് നാഷണലിസ്റ്റ് എലൈറ്റ്. അപ്പോൾ ഫെനോൺ പറയുകയാണ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ് റിപ്രസീവ് വെസ്റ്റേൺ എലൈറ്റ്, റിപ്രസ് ചെയ്യുന്ന വെസ്റ്റേൺ എലൈറ്റിൽ നിന്ന് മാറി റിപ്രസീവ് നാഷണലിസ്റ്റ് എലൈറ്റ് ആവും എന്നുള്ളൂ എന്ന്. എനിവേ ദർ ഇസ് എ കൈൻഡ് ഓഫ് ഒപ്രഷൻ. Now Ranajit Guha and Partha Chatterjee said that their idea is that national struggle is represented as that of individual leaders and the subaltern is missing in freedom struggles. അപ്പോൾ നാഷണൽ സ്ട്രഗിൾസ് ഒരു ഇൻഡിവിജ്വൽ ലീഡേഴ്സിനെയാണ് കാണുന്നത്. നാഷണൽ സ്ട്രഗിൾസിലൊക്കെ സബാൾട്ടേൺ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ്. നാഷണലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആർ ക്രിട്ടിക്ഡ് ബൈ പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസ്റ്റ് ആസ് പെർപ്പച്വേറ്റിംഗ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിവൈഡ്. പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസ്റ്റ് പറയുന്നത് ആ നാഷണലിസ്റ്റ് റെപ്രസെൻറ്റേഷൻസിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നാണ്. നാഷണലിസ്റ്റ് ഡിസ്കോഴ്സസ് ഓഫൻ പോർട്രേ പാട്രിയാർക്കി ആസ് എ നാഷണൽ വാല്യൂ. ഈ നാഷണലിസ്റ്റ് ഡിസ്കോഴ്സസ് ഒക്കെ നാഷണലിസ്റ്റ് ടോപ്പിക്സ് ഒക്കെ ദി പോർട്രേ പാട്രിയാർക്കി ആസ് നാഷണൽ വാല്യൂ. പാട്രിയാർക്കി, ഒരു നേഷന് ഒരു പാട്രിയാർക്കിയൽ സിസ്റ്റം ഉള്ളത് അത് ആ ഒരു നേഷൻ്റെ ഒരു വാല്യൂ ആയിട്ടൊക്കെ അവർ കൺസിഡർ ചെയ്തു. സോ ദർ ഈസ് എ ഫെമിനിസ്റ്റ് ഓപ്പറേഷൻ. Now, Said and Baba, their idea is nationalism as internally fragmented narratives. Our Said and Baba said that nationalism or internally fragmented narrative ആണ് എന്നാണ്. But nationalism also has a lot of problems inside this. So this is the overall idea of this chapter. So now go read your text and then you'll be clear about all these topics. So that's all. Thank you for watching.